ചേട്ടൻ്റെ ഒരു മ്യൂസിക്കൽ ലൈഫിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന വല്ല കഥകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ കേൾക്കാൻ? ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ പാടിയ സമയത്ത് രവീന്ദ്രമാഷിനെ പരിചയപ്പെട്ടത് ഒരു രസകരമായിട്ട് സംഭവമാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, തമിഴ് പാട്ടിൻ്റെ പ്രോഗ്രാമിംഗ് ചെയ്ത് ശരത്തേട്ടനാണ്, ഞാൻ പാടിയ ആദ്യത്തെ പാട്ടിൻ്റെ. അങ്ങനെ ശരത്തേട്ടനെ ഞാൻ പരിചയപ്പെട്ടിട്ട് ശരത്തേട്ടൻ എന്നെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു. ഒരു 4-5 മാസം ശരത്തേട്ടൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. ആ സമയത്താണ് അയാൾ കഥ എഴുതുകയാണെന്നുള്ള സിനിമയുടെ പ്രോഗ്രാമിംഗ് ശരത്തേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെയും കൊണ്ട് ഒരു ദിവസം രവീന്ദ്രമാഷിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോയി. സത്യത്തിൽ പരിചയപ്പെടുത്താനല്ല, ഞാൻ ശരത്തേട്ടൻ പോയപ്പോൾ എന്നെ കൂടെ കൂട്ടിയെന്ന് മാത്രം. അവിടെ പോയി കഴിഞ്ഞപ്പോൾ മാഷ് ചോദിച്ചു, ധാരാടാ എന്ന് ചോദിച്ചു. പറഞ്ഞത്, സാർ ഇത് മാഷ്, ഇത് മധു ബാലകൃഷ്ണൻ, പുതിയൊരു സിംഗറാണ്. ഞാനിപ്പോൾ ഒരു തമിഴ് മൂവിക്ക് ഞാനാണ് പ്രോഗ്രാം ചെയ്ത, ഇവനാണ് ഈ ചെക്കനാണ് പാടിയെന്ന് പറഞ്ഞു. അങ്ങനെ പരിചയപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഏത് പാട്ട് പാടണമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രമദവനെ വീണ്ടും പാടിക്കോ എന്ന് പറഞ്ഞു. പ്രമദവനെ വീണ്ടും അങ്ങനെ അതിൻ്റെ ഹമ്മിങ് പാടി തുടങ്ങി. അതുവരെ മാഷിങ്ങനെ സിഗരറ്റ് വലിച്ചുകൊണ്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഈ പോർഷൻ വന്നപ്പോൾ മാഷ് വേഗം സിഗരറ്റ് ഇങ്ങനെ കളഞ്ഞിട്ട്, ഇവൻ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, ഇവന്റെ മുമ്പിൽ സിഗരറ്റ് വലിക്കാൻ പാടില്ല. അതൊരു വലിയൊരു മൊമെന്റ് ആയിരിക്കും. അതെ അതെ. അപ്പൊ അങ്ങനെ സിഗരറ്റൊക്കെ കളഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് പാട്ട് കേൾക്കാനിരുന്നു. അന്ന് ഹരിമുള്ളിരവം റിലീസ് ചെയ്യാൻ പോണേ ഉള്ളൂ. അപ്പൊ എന്നോട്, ഇനി ഞാൻ പറയുന്ന പാട്ട് നീ ഒന്ന് പാടാൻ പറഞ്ഞു. അങ്ങനെ മാഷ എനിക്ക് ഹരിമുള്ളിരവത്തിന്റെ ഫസ്റ്റ് ലൈൻ പാടി തന്നു. ഹരി ഹരി മാഷ് ഇങ്ങനെ പറഞ്ഞത്, ഹരിമുരളീരവം എന്ന് മാഷ് പാടി. അപ്പൊ ഞാൻ സാധാരണ പോലെ ഹരിമുരളീരവം എന്ന് പാടി. അപ്പൊ അതിന്റെ ഹരിയുടെ ഹ ഇല്ലേ, ഹ അത് ഉള്ളിൽ നിന്ന് വരണം എന്ന് പറഞ്ഞത്. അങ്ങനെ ഹരി ഹരി എന്ന് പാടണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ കൊണ്ട് അതുപോലെ പാടിപ്പിച്ചു. അതിനുശേഷമാണ് ഈ ഹരിമുള്ളിരവൻ റിലീസ് ചെയ്തത്. ഞാൻ അതിൽ ട്രാക്ക് പാടിയിട്ടില്ല. ഈ അയാൾ കഥ എഴുതുകയാണെന്നുള്ള സിനിമയുടെ പ്രോഗ്രാമിംഗ് ചെയ്തിട്ട് അന്നൊക്കെ ഫ്ലോപ്പിയിലാണ് കൊണ്ടുകൊടുക്കുന്നത്. അന്ന് CD ഒക്കെ വരണേ ഉള്ളൂ. അന്ന് ഈ കീബോർഡിൽ ഇൻസേർട്ട് ചെയ്യണ ഫ്ലോപ്പി ഉണ്ട്, അതിലാണ് പ്രോഗ്രാം ചെയ്തിട്ട് ആ ഫ്ലോപ്പി എടുത്തിട്ട് മ്യൂസിക് ഡയറക്ടറിന് രവീന്ദ്രമാഷിന് ശരത്തേട്ടൻ കൊണ്ടു കൊടുക്കും. അങ്ങനെ കോതണ്ടപാണി സ്റ്റുഡിയോയിൽ വെച്ചാണ് അതിന് റെക്കോർഡിങ് നടക്കുന്നത്. അങ്ങനെ ശരത്തേട്ടൻ്റെ കൂടെ ഞാനും അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ മനോഹരൻ ഈ ഭാഗം പാടിക്കൊണ്ടിരിക്കുക. ഇത് പാടിക്കൊണ്ടിരിക്കുക ആകാശത്താമ, അതിൻ്റെ ഇടയിലുള്ള പോർഷൻ. ഞാൻ ചെല്ലുമ്പോൾ മനോഹരൻ പാടിക്കൊണ്ടിരിക്കുക. അതിന് മനോഹരൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ശരത്തേട്ടൻ ഈ ഫ്ലോപ്പി ഇങ്ങോട്ട് കൊടുത്തു. മാഷ ഇന്നലെ തന്ന പാട്ടിൻ്റെ ഇതാണ്. എടാ ശരത്തേടാ, ആ മാന എന്നുള്ള പാട്ടിൻ്റെ ട്രാക്ക് അവൻ പാടിയത് ശരിയായിട്ടില്ല, മാഷിൻ്റെ ഒരു പാടിയെന്ന്, അത് ശരിയായിട്ടില്ല, നീ ഒന്ന് പാടറാ എന്ന് പറഞ്ഞു ശരത്തേട്ടനോട്. ഇല്ല, ഈ ചക്കം പാടെന്ന് പറഞ്ഞ് എൻ്റെ കഴുത്തിന് പിടിച്ച് മുമ്പോട്ടേക്ക് തള്ളി. അങ്ങനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ട്രാക്ക് പാടുന്നത് മാന എന്നുള്ള പാട്ടാണ്.